ഇപ്പോൾ GB വാട്സപ്പ് അല്ലെങ്കിൽ FM വാട്സപ്പ് തുടങ്ങിയ വാട്സപ്പുകൾ ഓപ്പൺ ചെയ്തിട്ട് നമ്പർ കൊടുത്ത് വെരിഫൈ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ വാട്സപ്പ് ഓപ്പൺ ചെയ്തു, അഗ്രി ആൻഡ് കണ്ടിന്യൂ കൊടുത്തു. അതിനുശേഷം മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തു. അതിനുശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ അമർത്തിയിട്ട് നമ്മുടെ OTP വെരിഫൈ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും തന്ന ഈ ഒരു മെസ്സേജാണ്. അതായത് GB പോലുള്ള മറ്റേതെങ്കിലും വാട്സപ്പുകൾ ഒഴിവാക്കിയിട്ട് ഒഫീഷ്യൽ വാട്സപ്പിലേക്ക് മാറാനുള്ള ഒരു മെസ്സേജാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള വാട്സപ്പുകളൊക്കെ നമ്മുടെ നമ്പർ കൊടുത്തിട്ട് വെരിഫൈ ചെയ്യാൻ സാധിക്കുന്നില്ല. എന്നാൽ ഇതുപോലുള്ള മോഡേഡ് വാട്സപ്പുകൾ എങ്ങനെയാണ് വീണ്ടും നമുക്ക് നമ്മുടെ നമ്പർ കൊടുത്തിട്ട് വെരിഫൈ ചെയ്തിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കാണുക, എന്നാൽ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതിനു പുറമെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയുന്നു, ഇത് എത്ര കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. ഒഫീഷ്യൽ വാട്സപ്പ് ഈ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നത് വരെ നമുക്ക് തുടർന്ന് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. GB വാട്സപ്പ് പോലുള്ള മറ്റേതെങ്കിലും വാട്സപ്പുകൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൻ്റെ അകത്ത് പോയിട്ട് ഒഫീഷ്യൽ വാട്സപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഒഫീഷ്യൽ വാട്സപ്പ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഏത് നമ്പറാണോ നിങ്ങൾക്ക് GBയിലോ മറ്റേതെങ്കിലും മോഡേഡ് വാട്സപ്പുകളിലേക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു നമ്പർ ആദ്യം തന്നെ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പിൽ വെരിഫൈ ചെയ്യുക. ഈ ഒരു ഒഫീഷ്യൽ വാട്സപ്പിൻ്റെ അകത്ത് ഞാൻ ഓൾറെഡി എൻ്റെ നമ്പർ ഇവിടെ വെരിഫൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒഫീഷ്യൽ വാട്സപ്പിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു നമ്പറിനെ നമുക്ക് മോഡേഡ് വാട്സപ്പിലേക്ക് ചേഞ്ച് ചെയ്യണം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മറ്റൊരു ഫോണിൻ്റെ അകത്ത് നിങ്ങൾ മോഡേഡ് വാട്സപ്പായിട്ടുള്ള GBയോ FMO ഏതാണ് നിങ്ങൾക്ക് താല്പര്യം ആ ഒരു വാട്സപ്പ് അവിടെ ഇൻസ്റ്റാൾ ചെയ്യുക. എൻ്റെ വലതുവശത്തായിട്ട് റൈറ്റ് സൈഡിൽ ഞാനിപ്പോൾ ഒരു OG വാട്സപ്പാണ് വെരിഫൈ ചെയ്യാൻ പോകുന്നത്. സ്ക്രീനിൽ വലതുവശത്തായിട്ട് നിങ്ങൾക്ക് OG വാട്സപ്പ് കൂടെ കാണാൻ സാധിക്കും. നേരത്തെ ഇടതുവശത്ത് കാണുന്ന ഈ ഒരു ഒഫീഷ്യൽ വാട്സപ്പിലുള്ള ഈ ഒരു നമ്പറിനെ നമ്മൾ OG വാട്സപ്പിലേക്ക് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഏത് വാട്സപ്പാണോ ഉപയോഗിക്കേണ്ടത്, GB വാട്സപ്പാണോ FM ആണോ OG ആണോ ഏതാണെങ്കിൽ പോലും നിങ്ങൾ ആ ഒരു വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം താഴെയായിട്ട് കാണുന്ന അഗ്രി ആൻഡ് കണ്ടിന്യൂ ഈ ഒരു ഭാഗം ഒന്ന് സെലക്ട് ചെയ്യുക. ശേഷം നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ നമ്പർ കൊടുത്തിട്ട് വെരിഫൈ ചെയ്യേണ്ട ഈ ഒരു ഓപ്ഷനാണ്. അത് ചെയ്യാതെ മുകളിലായിട്ട് കാണുന്ന ഈ ഒരു 3 ഡോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മുകളിലായിട്ട് കാണുന്ന ലിങ്ക് ആസ് കോമ്പാനിയൻ ഡിവൈസ് എന്നുള്ള ഈ ഒരു ഭാഗം ഒന്ന് സെലക്ട് ചെയ്യാം. ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു QR കോഡ് ഇവിടെ ലഭിക്കുന്നതാണ്. ഇതിൽ കാണുന്ന QR കോഡ് ഓരോ 4-5 സെക്കൻഡ്സിൽ തന്നെ മാറുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതല്ല. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഒഫീഷ്യൽ വാട്സപ്പിലേക്ക് വരിക. ഒഫീഷ്യൽ വാട്സപ്പിൻ്റെ മെയിൻ ഇൻ്റർഫേസിൻ്റെ അകത്ത് മുകളിലായിട്ട് നമുക്ക് 3 ഡോട്ട് കാണാൻ സാധിക്കും. ഈ ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ലിങ്ക്ഡ് ഡിവൈസ് എന്നുള്ള ഈ ഒരു ഭാഗം ഒന്ന് സെലക്ട് ചെയ്യാം. ശേഷം നിങ്ങൾക്കിവിടെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ലിങ്ക് എ ഡിവൈസ്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ലിങ്ക് എ ഡിവൈസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്കാനറാണ് ലഭിക്കുക. അതിന് മുമ്പേ ആയിട്ട് നമ്മുടെ ഫോണിൻ്റെ പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പാസ്വേഡ് കൂടെ എനേബിൾ ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു സ്കാനർ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു QR കോഡിന് നേരെയായിട്ട് കാണിച്ചു കൊടുക്കുക. കാണിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വലതുവശത്തുള്ള ആ ഒരു ഫോണിൻ്റെ അകത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള ആ നമ്പർ ലിങ്ക് ആയിട്ട് ഇവിടെ വന്നതായിട്ട് കാണാൻ സാധിക്കും. ഇടതുവശത്തുള്ള ഈ ഒരു ഒഫീഷ്യൽ വാട്സപ്പിൻ്റെ അകത്ത് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും നമ്മളിപ്പോൾ ലിങ്ക് ചെയ്തിട്ടുള്ള ആ ഒരു വാട്സപ്പ് അവിടെ വന്നിട്ടുണ്ട്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, 14 ദിവസം മാത്രമേ നമുക്ക് ഈ ഒരു വാട്സപ്പ് ഇതുപോലെ ലിങ്ക് ചെയ്തിട്ട് ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. 14 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ആ ഒരു ഡിവൈസ് ഡിസ്കണക്റ്റ് ആകുന്നതായിരിക്കും. വീണ്ടും നിങ്ങൾക്ക് തുടർന്ന് ഇതുപോലെ തന്നെ യൂസ് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും. അതുപോലെ നമ്മളിപ്പോൾ വെരിഫൈ ചെയ്തിട്ടുള്ള ആ ഒരു നമ്പർ നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പിൻ്റെ അകത്തും അതുപോലെ തന്നെ OG വാട്സപ്പിൻ്റെ അകത്തും വെരിഫൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ആരെങ്കിലും മെസ്സേജ് അയക്കുന്ന സമയത്ത് 2 വാട്സപ്പിൻ്റെ അകത്തേക്ക് നമുക്ക് മെസ്സേജ് വരുന്നതായിരിക്കും. സാധാരണ നമ്മൾ OG വാട്സപ്പും മറ്റ് മോഡേഡ് വാട്സപ്പുകളൊക്കെ ഉപയോഗിക്കുന്നത് കുറച്ച് പ്രൈവസി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനാണ്. ഉദാഹരണത്തിന് മോഡേഡ് വാട്സപ്പിൻ്റെ അകത്ത് നമുക്ക് ആരെങ്കിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അത് കണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ബ്ലൂ ടിക്ക് ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ ഗ്രൂപ്പിൻ്റെ അകത്ത് ഓഫ് ചെയ്യാം. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ വലതുവശത്ത് കാണുന്ന ഈ ഒരു OG വാട്സപ്പിൻ്റെ അകത്ത് ഞാൻ ഓൾറെഡി അത്തരം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് നമുക്ക് ഈ വാട്സപ്പിൻ്റെ അകത്ത് മെസ്സേജുകൾ വന്നു കഴിഞ്ഞാൽ ആ രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായിട്ട് വലതുവശത്ത് കാണുന്ന ഈ ഒരു OG വാട്സപ്പിനെ എൻ്റെ ഫോണിൽ നിന്ന് ഞാനിവിടെ മിനിമൈസ് ചെയ്തിട്ട് എൻ്റെ ഫോണിൻ്റെ അകത്തുള്ള മറ്റൊരു വാട്സപ്പിൽ നിന്നും മെസ്സേജ് സെൻഡ് ചെയ്യാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ ഇടതുവശത്തായിട്ട് കാണുന്നത് ഒഫീഷ്യൽ വാട്സപ്പിൽ വെരിഫൈ ചെയ്തിട്ടുള്ള നമ്പറാണ്. എന്നാൽ സെയിം നമ്പർ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്ന വലതുവശത്തുള്ള ഈ ഒരു ഫോണിൻ്റെ അകത്തുള്ള OG വാട്സപ്പിൻ്റെ അകത്തേക്കും ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ ഒരു OG വാട്സപ്പിലേക്ക് മെസ്സേജ് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ആ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ഞാൻ മറ്റൊരു നമ്പറിൽ നിന്നും ഈ ഒരു നമ്പറിലേക്ക് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു നമ്പറിലേക്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യാണ്.
മെസ്സേജ് സെൻഡ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇടതുവശത്തുള്ള ഫോണിൻ്റെ അകത്ത്, അതായത് ഒഫീഷ്യൽ വാട്സപ്പിലേക്ക് മെസ്സേജ് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ വലതുവശത്തുള്ള ആ ഒരു OG വാട്സപ്പിൻ്റെ അകത്തേക്കും ആ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് മുകളിൽ കാണാൻ സാധിച്ചിട്ടുണ്ടാവും. ഇനി മോഡേഡ് വാട്സപ്പുകൾ ഉപയോഗിക്കുന്നവർക്കുള്ള സംശയമാണ്. ഇത്തരത്തിൽ നമ്മൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒഫീഷ്യൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്കിതുപോലെ ബ്ലൂ ടിക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഞാൻ വീണ്ടും ഒരു മെസ്സേജ് സെൻഡ് ചെയ്യാണ്. സെൻഡ് ചെയ്തു, അതിനുശേഷം നോട്ടിഫിക്കേഷൻ വന്നു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നേരത്തെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു വലതുവശത്തുള്ള ഈ ഒരു ഫോണിൻ്റെ അകത്തുള്ള ഈ ഒരു OG വാട്സപ്പ് ഞാനിവിടെ ഓപ്പൺ ചെയ്തു. ഇവിടെ ആ ഒരു മെസ്സേജ് സെയിം മെസ്സേജ് തന്നെ കാണുന്നുണ്ട്. ഈ ഒരു മെസ്സേജ് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യാണ്. എന്നിട്ട് ഏത് നമ്പറിൽ നിന്നാണോ ഞാൻ മെസ്സേജ് സെൻഡ് ചെയ്തത് ആ ഒരു വാട്സപ്പ് ഞാൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. OG വാട്സപ്പിൽ നിന്ന് ഓപ്പൺ ചെയ്ത സമയത്ത് ആ ഒരു ബ്ലൂ ടിക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. കാരണം നമ്മുടെ മോഡേഡ് വാട്സപ്പിൽ എന്തൊക്കെയാണോ ഉപയോഗിക്കാൻ സാധിക്കുന്നത് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇപ്പോൾ ചെയ്തു വെച്ചിട്ടുള്ള ഈ ഒരു മെത്തേഡ് വഴി ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇനി വീണ്ടും ഇടതുവശത്തുള്ള ഈ ഒരു ഒഫീഷ്യൽ വാട്സപ്പിൽ നിന്നും ഞാൻ ഈ ഒരു മെസ്സേജ് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു ബ്ലൂ ടിക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒഫീഷ്യൽ വാട്സപ്പ് ആ ഒരു സമയത്ത് യൂസ് ചെയ്യാതിരിക്കുക. നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു മോഡേഡ് വാട്സപ്പുകൾ മാത്രം ഉപയോഗിക്കുക. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. GB വാട്സപ്പും അതുപോലെ തന്നെ FM വാട്സപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട് ബാൻ കിട്ടിയവർക്ക് ചെറിയൊരു സൊല്യൂഷനാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഈ ഒരു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. എന്തായാലും ബാൻ കിട്ടുന്നത് വരെ അല്ലെങ്കിൽ നമുക്ക് വാർണിംഗ് വരുന്നത് വരെ ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഉപയോഗിക്കുക. കാരണം ആരെയും നിർബന്ധിക്കത്തില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ നമ്പറൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ആവശ്യമുള്ളവർ മാത്രം ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.